നിങ്ങൾ GoPro ഉപയോഗിക്കുന്ന ആളാണോ? എങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. GoPro കംപ്ലൈന്റ് ആയി എന്ത് ചെയ്യും? GoProയുടെ സർവീസ് സെന്റർ ഇന്ത്യയിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെ? അപ്പൊ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നീ കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വാറന്റി പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ നന്നാക്കാൻ കൊടുത്ത GoProന്റെ ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇത് ആകെ പൊളിച്ച് ഇതിന് എന്താ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ ബോർഡ് ഹീറ്റായിട്ട് പോകാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഷോപ്പിൽ കൊടുത്തപ്പോൾ അവര് ആകെ പൊളിച്ച് അടപടലം സെറ്റാക്കിയിട്ട് തന്നിട്ടുള്ളതാണിത്. അപ്പോൾ വാറന്റി പീരീഡ് ഉള്ള GoPro ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എങ്കിൽ നമുക്കത് എങ്ങനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ പ്രോസസ്സൊക്കെ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അപ്പൊ നമ്മുടെ GoPro 7 കംപ്ലൈന്റ് കഴിഞ്ഞ് കുറച്ച് അടുത്ത ട്രിപ്പിൽ വെച്ചിട്ട് നമ്മുടെ GoPro Max കാണിച്ചുതരാം. നമുക്ക് റീപ്ലേസ് ചെയ്ത് വന്നൊരു GoPro Max ആണ്. അപ്പൊ ഇതും കംപ്ലൈന്റ് ആയിരുന്നു. ഇതിന്റെ സ്വിച്ച് ആയിരുന്നു കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഞെക്കിയിട്ട് സ്വിച്ച് ഉള്ളിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. സെയിം ഇഷ്യൂ GoPro 7 ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ട് ക്യാമറയും കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് GoPro Maxന്റെ വാറന്റി പീരീഡ് കഴിഞ്ഞിട്ടില്ല നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതേ പറ്റിയിട്ട് ഗൂഗിളിലും യൂട്യൂബിലും ഞങ്ങൾ കുറെ അന്വേഷിച്ചു. അപ്പൊ യൂട്യൂബില് വ്ളോഗേട്ട് എന്ന് പറഞ്ഞിട്ടൊരു മലയാളം ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരാണ് നമുക്ക് ഇതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം GoProന്റെ സൈറ്റിൽ പോയിട്ട് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം GoProന്റെ സൈറ്റിൽ പോയിട്ട് കോൺടാക്ട് GoPro സപ്പോർട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രൊഡക്റ്റിനാണ് കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്റ്റ് സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ പ്രൊഡക്റ്റ് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ കയ്യിൽ ഇപ്പോൾ GoPro Max ആണ്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ സീരിയൽ നമ്പർ അടിക്കണം. സീരിയൽ നമ്പർ GoProന്റെ ബാറ്ററി ഊരി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ GoProന്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ എബൌട്ടിൽ നമുക്ക് സീരിയൽ നമ്പർ കിട്ടും. അത് ഇവിടെ അടിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ റീസൺ എന്താണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ള അതിൻ്റെ റീസൺ അടിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പേരും ലാസ്റ്റ് നെയിം പിന്നെ അതുപോലെ തന്നെ ഫോൺ നമ്പർ പിന്നെ കൺട്രിയുടെ ഏതാണ് കൺട്രി എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ ഇമെയിൽ ഐ ഡിയും കൊടുക്കുക. പിന്നെ ContactUs എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കോൾ ബാക്ക് ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ട് അവർ നമ്മളെ തിരിച്ചു വിളിച്ചില്ല. 2-3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു. വേറെ നമ്പറിലേക്ക് മാറ്റി കൊടുക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും കോളൊന്നും വന്നില്ല. പിന്നെ നമ്മൾ ആകെ ഡിപ്രസ്ഡ് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് എന്താ ലാസ്റ്റത്തെ ഒരു വഴി എന്നുള്ള പോലെ തന്നെ നമ്മൾ ഇന്ത്യ എന്നുള്ള കൺട്രി നമ്മൾ മാറ്റിയിട്ട് US കൊടുത്തിട്ട് നമ്മുടെ സെയിം നമ്പർ തന്നെ അതിലേക്ക് കൊടുത്തിട്ട് നമ്മൾ ഒന്നുകൂടിയും എന്താ പറയാ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അപ്പൊ നമുക്കൊരു 5 മിനിറ്റിന് ശേഷം അവർ നമുക്ക് ചാറ്റ് ബാക്ക് ചെയ്യാനുണ്ടായത്. അതിന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അവർ തന്നെ പറഞ്ഞു തരാനുണ്ടായത്. അപ്പൊ ആദ്യം തന്നെ അവർ നമ്മളോട് ചോദിച്ചത് എന്താണ് കംപ്ലൈന്റ് ഉണ്ടായിരുന്നതെന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ലിങ്ക് അയച്ചിരുന്നു. ആ ലിങ്കിലേക്ക് നമ്മൾ ഇതിന്റെ ഫോട്ടോസ് 4 സൈഡിലത്തെ ഫോട്ടോസും പിന്നെ വാറന്റിയുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചിരുന്നു. അപ്പൊ നമ്മൾ നേരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു. GoProന്റെ 4 സൈഡിലുള്ള ഫോട്ടോസും അവർക്ക് അയച്ചു കൊടുക്കണം. പിന്നെ ബാറ്ററി ഊരിയിട്ട് ഇതിന്റെ സീരിയൽ നമ്പർ കാണിക്കുന്ന രീതിയിലുള്ള ഫോട്ടോയും അവർക്ക് അയച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ബില്ലും പിന്നെ വാറന്റിയുടെ ഡീറ്റെയിൽസും അവർക്ക് അയച്ചു കൊടുക്കണം. അത് മുൻകൂട്ടി എടുത്തു വെക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അപ്പൊ ഈ ഫോട്ടോ ഒക്കെ അയച്ചതിന് ശേഷം ഇവര് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെന്യൂൻ ആണോ എന്ന് ഈ നമ്പറും കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആണോ എന്ന് അവർക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന കംപ്ലൈന്റുകൾക്ക് GoPro ഒരിക്കലും വാറന്റി പ്രൊവൈഡ് ചെയ്യില്ല. അത് അവർ പ്രത്യേകം പറഞ്ഞൊരു കാര്യം. അപ്പൊ നമ്മുടെ GoPro ഒന്നാമത് ഫിസിക്കൽ ഡാമേജ് ആയിരുന്നു. അപ്പൊ അത് കിട്ടില്ല അല്ലെങ്കിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ടോട്ടലി ഡൗൺ ആയി. അപ്പൊ ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ചാറ്റ് ആയിരുന്നു. അപ്പൊ നമ്മള് പറഞ്ഞു നമുക്ക് വേറെ വഴിയില്ല, ഇന്ത്യയിലാണെങ്കിൽ സർവീസ് സെന്റർ ഇല്ല. അത്രയും വലിയ സിറ്റുവേഷൻ ആണ്. നമ്മൾ അത്രയും ഡൗൺ ആയി പോയി. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരത് അങ്ങനെ അവസാനം റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് GoPro Max റീപ്ലേസ് ചെയ്ത് തരാണ് ഉണ്ടായത്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ ചാറ്റിൽ നമ്മൾ ചുമ്മാ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സർവീസ് സെന്റർ വരാത്തതെന്നുള്ളത്. അപ്പൊ അവർ പറഞ്ഞു ഒരു GoPro പുതിയത് ഇരിക്കുന്നതായിട്ടും കൂടുതൽ കോസ്റ്റ് ആണ് ഇതിന്റെ സർവീസിനായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് കൂടുതൽ കൺട്രികളിലൊന്നും ഇതിന്റെ സർവീസ് സെന്റർ ഇല്ലാത്തത്. അപ്പൊ അതിനുശേഷം അവര് RMA ഫോമും റിട്ടേൺ ലേബലും റിട്ടേൺ ഇൻവോയ്സും അവർ നമ്മുടെ മെയിലിലേക്ക് അയച്ചു തരാനുണ്ടായത്. അപ്പൊ ഈ ഡോക്യുമെന്റ് വെച്ചിട്ടാണ് നമുക്ക് GoPro റിട്ടേൺ അയക്കാൻ പറ്റുള്ളൂ. അവര് പ്രത്യേകം പറഞ്ഞിരുന്നു GoPro അയക്കുമ്പോൾ GoPro മാത്രം ബാറ്ററി ഇല്ലാതെ GoPro മാത്രം വേറെ ആക്സസറീസ് ഒന്നും ഇല്ലാതെ അയക്കാനാണ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ GoProന്റെ ഒപ്പം RMA ഫോമും ഉള്ളിൽ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ട് അതിന്റെ പുറമെ റിട്ടേൺ ലേബലും റിട്ടേൺ ഇൻവോയ്സും നല്ലപോലെ ഒട്ടിച്ച് വെച്ചിട്ട് വേണം അത് പാർസൽ അയക്കാൻ. അപ്പൊ GoPro അയക്കുന്നത് UPS പാർസൽ സർവീസ് മുഖേനയാണ്. അപ്പൊ നമ്മുടെ ലൊക്കേഷനിൽ UPSന്റെ ആ ഒരു സർവീസ് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ UPSന്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മളൊരു പിക്കപ്പ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ പാൻ കാർഡിന്റെയും ആധാർ കാർഡിന്റെയും ഫോട്ടോ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക. അതിനൊപ്പം തന്നെ അവരൊരു ഫോം നമുക്ക് അയച്ചു തരും. ആ ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ UPS പാർസൽ സർവീസ് അന്ന് വൈകുന്നേരം തന്നെ വന്നിട്ട് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് GoPro അവർ കൊണ്ടുപോകാനുണ്ടായത്.
അപ്പോൾ ട്രാക്കിംഗ് നമ്പർ വെച്ച് നോക്കിയപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അത് സിംഗപ്പൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, പ്രൊഡക്റ്റ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ആധാർ കാർഡിന്റെയും പാൻ കാർഡിന്റെയും കോപ്പി അയച്ചു തരാൻ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ 2 ദിവസത്തിന് ശേഷം നമുക്ക് GoPro നമ്മുടെ കയ്യിൽ കിട്ടി. ഇങ്ങനെയാണ് അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കവർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കവറിലാണ്ടാണ് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ തിരിച്ചു വന്നപ്പോൾ നമുക്കൊരു കവറായി. ഇപ്പൊ നമ്മുടെ ആകെ ടോട്ടൽ 4 കവറുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും ബൈ.